പരിശുദ്ധ കുർബാനയും എന്ന് പറയുന്നത്. ഈ 4 കൈവഴികൾ എവിടെയെങ്കിലും ബ്ലോക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തടസ്സങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടും. പ്രശ്നങ്ങളറിയാം. ടാങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ടാങ്കിൽ വരുന്ന ഔട്ട്ലെറ്റിന്റെ പാലും ബ്ലോക്ക് ചെയ്തിട്ടാൽ ഒരിക്കലും കാപ്പി വെള്ളം കിട്ടില്ല. ദൈവം നമുക്ക് കൃപ നൽകാഞ്ഞിട്ടല്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല, മറിച്ച് ദൈവകൃപ ഒഴുകി വരുന്ന ചാലുകളിൽ മുഴുവൻ അഴുക്കുകൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്യാത്തത്തോളം കാലം നമുക്കൊരിക്കലും ദൈവകൃപ അനുഭവിച്ചറിയാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കിഴക്ക് നിന്ന് ഒഴുകി വരുന്ന ആ നീരുറവയ്ക്കരികിൽ നമ്മുടെ കുടുംബമുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ തിരക്കിന്റെ കോട്ട നമുക്കുണ്ടാവും. ആ തിരക്ക് നമ്മുടെ സകലവിധ മാലിന്യങ്ങളും കറകളിൽ നിന്നും അവർ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യും. യാതൊരു സംശയമില്ല കരുതും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ ഓരോ പരിശുദ്ധ കുർബാനയും. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അരികിൽ വരാൻ പറ്റും. എന്റെ പിതാവിനാൽ വിളിക്കപ്പെടാതെ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അരികിൽ വരാൻ പറ്റില്ല. ക്ഷണിക്കപ്പെട്ടവർ അധികമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. സ്നേഹമുള്ളവരെ, നമുക്ക് പള്ളി പോകാൻ എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ വണ്ടി കാർ കിടപ്പുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ജീവിതത്തിന് സൗകര്യങ്ങൾ ഒരിക്കലും പരിശുദ്ധ കുർബാനയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോവുകയില്ല. മറിച്ച് അവന്റെ ജീവിതം കുർബാനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചപ്പെട്ടെങ്കിലും അവന് ഒരു സൗകര്യം വേണ്ട. എല്ലാ അസൗകര്യങ്ങളും അവന് സൗകര്യമായിട്ട് മാറി കുർബാനയ്ക്ക് പോകാൻ വേണ്ടി. യാതൊരു സംശയമില്ല. കാരണം ദൈവപിതാവിനാൽ വിളി ലഭിക്കാതെ ഒരുത്തരും വീട്ടിൽ ഇറങ്ങുകയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു വിളിയുടെ സ്വരം തിരിച്ചറിയണം. നമ്മൾ പറയാറുണ്ട്, രാവിലെ 5 മണിക്ക് പിള്ളേരെ വിളിച്ച് എഴുന്നേൽക്കാറുണ്ട്. കുറച്ച് ദിവസം വിളിച്ചിട്ട് എഴുന്നേൽക്കണമെങ്കിൽ നമ്മളറിയും മടുക്കും. നമ്മൾ പിന്നെ വിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല, ഉറങ്ങട്ടത്. നമ്മൾ കാരണന്മാർ പറയും, അടിക്കുന്നതിന് പോയില്ലെങ്കിൽ പോകുന്നതിന് കഴിച്ച് ആ പരിപാടിയാക്കി. കുറേ വിളികൾ ദൈവം നമ്മെ വിളിച്ചിരുന്നു. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കീറി മുറിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അരികിലേക്ക് ഒന്ന് വരണമെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു, നമുക്ക് പറ്റില്ല. നമ്മളെ വിളി കേട്ട പാപം പോലും വിളിച്ചിട്ട് കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ഉറങ്ങുന്നതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ എളുപ്പമാണ്, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പ്രയാസമാണ് കാരണന്മാർ പറയുന്നത് അല്ലേ. വളരെ നമ്മുടെ ദൈവത്തിന്റെ ഈ സ്വരങ്ങളൊക്കെ നമ്മളൊന്ന് വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പേടി അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈ 2025 ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചാക്രിലേഖനത്തിന്റെ വാക്യമാണ്. അതായത്, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഈ പെസഹ ആചരിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. എന്താ പെസഹ? പരിശുദ്ധ കുർബാന പെസഹ അല്ലേ? അപ്പൊ ദൈവം പറയാണ്, എന്റെ പീഡാസഹനത്തിന് മുമ്പ്, കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ്, ചമ്മട്ടിയടിയേക്കുന്നതിന് മുമ്പ് അവൻ പറയാണ്, ഇനി കാത്തിരിക്കുന്നത് മുഴുവനും വലിയൊരു പീഡാസഹനങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ്. അതുകൊണ്ട് ആ പീഡാസഹനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഈ പെസഹ ആചരിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുക. ഈ ദൈവത്തിന്റെ ആഗ്രഹമാണ് സ്നേഹമുള്ളവരെ നമ്മൾ കാണാതെ പോയത്. എന്നിട്ട് അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ നിഷ്പ്രഭം അല്ലെ, പ്രാർത്ഥന പറയുന്നതല്ലേ, എന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചിരണം. പക്ഷേ എന്റെ കൂടെ പരിശുദ്ധ കുർബാന ആഘോഷിക്കാൻ, ആചരിക്കാൻ, അർപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവത്തിന്റെ ആഗ്രഹം മാറ്റിവെച്ചിട്ട് എന്റെ ആഗ്രഹം നടപ്പിലാകണമെന്ന് വാശി പിടിക്കുന്ന ഒരു ദൈവജനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. സാർത്ഥതയുടെ ഒരു കുറെ പേര് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. സ്വർഗരാജ്യം നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർക്കപ്പെടും. വളരെ ഒരിക്കലും പരിശുദ്ധ കുർബാനയെ നിസ്സാരമായിട്ട് കാണുവാനിടയാകരുത്. പരിശുദ്ധ കുർബാനയിലേക്ക് താല്പര്യപൂർവ്വം അല്ലെ, അപ്പോസ്തലന്മാർ അവര് എന്താ ചെയ്തിരുന്നത്? പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അവര് 4 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.